എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 100 പൺപുടൈമൈ സംസ്കാരം മഹത്വമാർന്നും സദ്ഗുണങ്ങൾ ചേർന്നും ലോകജീവിതം നയിക്കുമ്പോൾ മറ്റുള്ളവരോട് ഇണങ്ങിയും അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞ് അതിനു യോജിച്ച വിധത്തിലും ആവുന്നത്ര എളിമയോടെയും ജീവിക്കുന്നതിനെയാണ് സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ അധികാരത്തിലെ സംസ്കാരത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആദ്യത്തെ കുറിൽ നോക്കാം. എൺപതത്താൽ എയ്തൽ എളിതെൻപയാർമാട്ടും പൺപുടൈമൈ എന്നും വഴക്കു. എൺപതത്താൽ എയ്തൽ എളിതെൻപയാർമാട്ടും പൺപുടൈമൈ എന്നും വഴക്കു. സൗമ്യമായേവർക്കും ഗമ്യമായി വാഴ്വതേ സംസ്കാരം ഇത് ലോകനിയതി. സൗമ്യമായേവർക്കും ഗമ്യമായി വാഴ്വതേ സംസ്കാരം ഇത് ലോകനിയതി. യാർമാട്ടും ഏതൊരാളോടും, അതായത് എല്ലാ ജനങ്ങളോടും. എൺപതത്താൽ എത്രയും എളിയവരായിരിക്കുക. പൺപുടൈമൈ എന്നും സംസ്കാര സമ്പന്നത എന്ന് പറയുന്ന വഴക്ക്, ലോകനീതി, എയ്തൽ പ്രാപിക്കൽ, എളിത് സുഖരം. എൺപ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നു. ആർക്കും എപ്പോഴും ഇടപെടാവുന്ന വിധത്തിൽ ഏറെ ലളിതമായും നന്നേ എളിമയോടെയും സദ്ഗുണങ്ങളുടെ കേദാരമായും മാതൃകാപരമായി ജീവിക്കുക. അതുതന്നെയാണ് സംസ്കാരമെന്ന് അറിവുള്ളവർ പണ്ടേ പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ സംസ്കാര സമ്പന്നരെ എങ്ങനെയായിരിക്കും, അവരെ ആർക്കും ഏത് സമയത്തും അവരെ സമീപിക്കാം, അവരായിട്ട് ഇടപഴകാൻ പറ്റും. വളരെയധികം വിനയത്തോടെയും എളിമയോടെയൊക്കെയാണ് അവർ പെരുമാറുള്ളൂ. പിന്നെ സദ്ഗുണങ്ങളുടെ ഒരു കേദാരമായിരിക്കും അവർ. മാതൃകാപരമായി ജീവിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനെയാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. അൻപുടൈമൈ ആൻഡ കുടിപ്പിറത്തൽ ഇവ്വിരണ്ടും പൺപുടൈമൈ എന്നും വഴക്കു. അൻപുടൈമൈ ആൻഡ കുടിപ്പിറത്തൽ ഇവ്വിരണ്ടും പൺപുടൈമൈ എന്നും വഴക്കു. സ്നേഹം മഹത്താം കുലീനത്വം ഈ രണ്ടും സംസ്കാരം ഇതു ലോകനിയതി. സ്നേഹം മഹത്താം കുലീനത്വം ഈ രണ്ടും സംസ്കാരം ഇത് ലോകനിയതി. അൻപുടൈമൈ സ്നേഹവായ്പുള്ളവരായിരിക്കുക. ആൻ്റെ കുടിപ്പിറത്തൽ പ്രസ്താവ്യമായ കുലീനത്വം ഉണ്ടായിരിക്കുക. ഇവി രണ്ടും, ഈ രണ്ടു ഗുണങ്ങളും പൺപുടൈമൈ എന്നും സംസ്കാര സമ്പന്നത എന്ന് ലോകം ഗണിക്കുന്ന വഴക്ക് സന്മാർഗമാകുന്നു, ലോകനീതിയാകുന്നു എന്നൊക്കെ അർത്ഥം. നിരുപാധികമായിട്ടുള്ള സമസൃഷ്ടി സ്നേഹം, സമുന്നതമായ കുലപാരമ്പര്യം, ഇവ രണ്ടും ചേർന്നവരിൽ തെളിഞ്ഞു പ്രകാശിക്കുന്ന ഗുണമത്രേ സംസ്കാരം എന്ന് പറയുന്നത്. നിരുപാധികമായിട്ട് സഹജീവികളോട് സ്നേഹം ഉണ്ടാവണം. സമുന്നതമായിട്ടുള്ള പാരമ്പര്യം, അതായത് സദ്ഗുണങ്ങളുടെ വിളനിലം, അങ്ങനെയൊക്കെയുള്ള ഇത് രണ്ടും ചേർന്നാൽ അതിനെയാണ്, അവരിൽ പ്രകാശിക്കുന്ന ആ ഗുണമാണ് സംസ്കാരം. ഈ രണ്ട് ഗുണങ്ങളും ഈ സംസ്കാര സമ്പന്നരിൽ ഉണ്ടായിരിക്കും. ഉറുപ്പൊത്തൽ മക്കളോ പൻഡാൽ വെറുത്തക്ക പൺപൊത്തൽ ഒപ്പതാം ഒപ്പു. ഉറുപ്പൊത്തൽ മക്കളോ പൊൻഡാൽ വെറുത്തക്ക പൺപൊത്തൽ ഒപ്പതാം ഒപ്പു. അംഗങ്ങൾ തൻ സാമ്യം നിസ്സാരം സംസ്കാരബന്ധത്തിൻ സാമ്യമേ സാമ്യം. അംഗങ്ങൾ തൻ സാമ്യം നിസ്സാരം സംസ്കാരബന്ധത്തിൻ സാമ്യമേ സാമ്യം. ഉറുപ്പൊത്തൽ അവയവങ്ങൾ ഒന്നുപോലെയായാൽ, മക്കളോ പൻഡാൽ എല്ലാ മനുഷ്യരും ഒന്നുപോലെയാകുന്നില്ല, വെറുത്തക്ക അടുക്കാനുള്ള, പൺപൊത്തൽ സംസ്കാരം കൊണ്ടുള്ള തുല്യത, ഒപ്പ് തുല്യത. ആളുകൾ തമ്മിൽ അവയവസാമ്യം ഉണ്ടെന്ന് വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഹൃദയഗുണമായ സംസ്കാരം കൊണ്ട് പരസ്പരം എത്രത്തോളം ഇണക്കമുണ്ട് എന്നിടത്താണ് കാര്യം. സമാന ഹൃദയത്വം എന്നൊക്കെ പറയുന്ന സംസ്കാരം കൊണ്ടുള്ള അടുപ്പത്തിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ. അല്ലാതെ ഇതിൽ പറയുന്നത് വെച്ചാൽ മനുഷ്യർ തമ്മിൽ ചിലപ്പോൾ സാമ്യമുള്ള ആൾക്കാർ, എല്ലാ മനുഷ്യരും ഒരുവിധമൊക്കെ ഒരേപോലെ ഇരിക്കണേ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഹൃദയത്തിൻ്റെ ഗുണമായിട്ടുള്ള സംസ്കാരം കൊണ്ട് പരസ്പരം എത്രത്തോളം ആ ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. സമാന ഹൃദയത്വം എന്നൊക്കെ പറയുന്ന ഈ സംസ്കാരം കൊണ്ടുള്ള അടുപ്പത്തിന്
അർത്ഥമുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റത് ഈ സംസ്കാരം പലതരത്തിലുള്ള വ്യത്യസ്ത മനോഗതികളും സംസ്കാരങ്ങളും ആണെങ്കിൽ അവർ തമ്മിൽ ഉള്ള ബന്ധം അത്ര ഊഷ്മളമൊന്നും ആവാൻ സാധ്യതയില്ല. നയനൊടു നന്റി പുരിന്ത പയനുടയ്യാർ പൺപു പാരാട്ടും ഉലകു. നയനൊടു നന്റി പുരിന്ത പയനുടയ്യാർ പൺപു പാരാട്ടും ഉലകു. നീതിധർമ്മങ്ങളൊത്തുപകരിക്കുന്ന ജനരീതികളെ വാഴ്ത്തിടും ലോകം. നീതിധർമ്മങ്ങളൊത്തുപകരിക്കുന്ന ജനരീതികളെ വാഴ്ത്തിടും ലോകം. നയനൊടു നീതിബോധത്തോടൊപ്പം നന്റി ധർമ്മത്തെയും പുരിന്ത മാനിക്കുന്ന പയനുടയ്യാർ ഉപകർത്താക്കളുടെ പൺപു സംസ്കാരത്തെ ഉലക് ലോകം പാരാട്ടും പ്രകീർത്തിക്കും. നന്മയ്ക്കു വേണ്ടി നീതിയിലും ധർമ്മത്തിലും ഉറച്ചുനിന്ന് അന്യർക്ക് ഉപകാരങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സംസ്കാരമതികളെ ലോകം പ്രകീർത്തിക്കും. അപ്പോൾ നീതിയിലും ധർമ്മത്തിലൊക്കെ ഉറച്ചു നിന്ന് നന്മയ്ക്കു വേണ്ടി അന്യർക്ക് ഉപകാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ബന്ധുക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും അതായത് മനുഷ്യർക്കും മാത്രമല്ല ഉദ്ദേശിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഉപകാരം ഒക്കെ ചെയ്ത് ജീവിക്കുന്ന സംസ്കാരമതികളായ ആൾക്കാരെ ലോകം എന്നും പ്രകീർത്തിക്കും. നകയുള്ളും ഇന്ന തികഴ്ചി പകയുള്ളും പൺപുള പാടറിവാർ മാട്ടു. നകയുള്ളും ഇന്ന തികഴ്ചി പകയുള്ളും പൺപുള പാടറിവാർ മാട്ടു. കളിയിലും നിന്റെ മേ നിന്ദനം പകയിലും ഗുണികൾ സംസ്കാര സമ്പന്നർ. കളിയിലും നിന്റെ മേ നിന്ദനം പകയിലും ഗുണികൾ സംസ്കാര സമ്പന്നർ. ഇകഴ്ചി എന്ന് പറഞ്ഞാൽ ഒരാളെ നിന്ദിക്കുക എന്നത്, നകയുള്ളും എന്ന് പറഞ്ഞാൽ കളിതമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇന്നാതോ നന്നല്ല, പാടറിവാർ മാട്ടു സ്വഭാവം അറിഞ്ഞു നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പകയുള്ളും ശത്രുത ഉണ്ടായാൽ പോലും പൺപു സംസ്കാരം മാത്രമേ ഉള എന്ന് പറഞ്ഞാൽ ഉണ്ടാകൂ. നർമ്മത്തിന് വേണ്ടിയാണെങ്കിൽ പോലും മറ്റുള്ളവരെ നിന്ദിക്കുന്നത് ദുഃഖകരം തന്നെയാണ്. സംസ്കാരമതികളായിട്ടുള്ള സുജനങ്ങൾ ഒരിക്കലും അതിനെ ഒരുമ്പെടുകയില്ല. ശത്രുതയെപ്പോലും ഗുണകരമായിട്ടുള്ള നന്മയാക്കി മാറ്റുക എന്നതാണ് ഈ സംസ്കാര സമ്പന്നരുടെ രീതി. അപ്പോൾ തമാശയ്ക്ക് വേണ്ടി പോലും മറ്റുള്ളവരെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അത് സംസ്കാരമതികളായിട്ടുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ഒരു സദസ്സിലോ അല്ലെങ്കിലോ ഒരാളെപ്പോലും തമാശയ്ക്ക് വേണ്ടി പോലും നിന്ദിക്കരുത്. ശത്രുത ഉണ്ടെങ്കിൽ പോലും അതിനെ നന്മയാക്കി മാറ്റാനാണ് ഈ സംസ്കാര സമ്പന്നരായ മഹത്തുക്കൾ ശ്രമിക്കുന്നത്. അതാണ് അവരുടെ സംസ്കാരം. അപ്പോൾ 5 കുറിലുകൾ കഴിഞ്ഞു. ബാക്കി നമുക്ക് നാളെ നോക്കാം. നന്ദി.